ഹരി ഓം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം. ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. ഇന്ദ്രിയബദ്ധമായ ശരീരത്തെ കർമ്മോപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ജീവന് ഉപാധികളെല്ലാം വിട്ടൊഴിയാതെ പരമാത്മഭാവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ കർമ്മത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ബ്രഹ്മപദത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനത്തെ നേടുവാൻ കർമ്മയോഗികൾ അനുഷ്ഠിക്കുന്ന വിവിധ കർമ്മമാർഗങ്ങളെയാണല്ലോ ഭഗവാൻ പാർത്ഥന് ഉപദേശിക്കുന്നത്. പരമാത്മജ്ഞാനത്തെ ഗ്രഹിക്കാൻ ചിലർ ദേവന്മാരെ ഉദ്ദേശിച്ച് യജ്ഞഭാവനയോടുകൂടി കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ, മറ്റു ചിലർ ഉപാധികളോടു കൂടിയിരിക്കുന്ന ജീവാത്മാവിനെ ഉപാധിരഹിതമായ പരമാത്മാവിൽ സമർപ്പിച്ച് കർമ്മയജ്ഞത്തെ അനുഷ്ഠിക്കുന്നു. ജ്ഞാനപ്രാപ്തിക്കുള്ള കർമ്മയജ്ഞങ്ങളെ വിശദമാക്കുന്ന ഭഗവത് വചനങ്ങളിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 26, 27 എന്നീ ശ്ലോകങ്ങളാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. സംയമാഗ്നിയിൽ ഹോമിപ്പൂ ശ്രോത്രാദീന്ദ്രിയവും ചിലർ, ഇന്ദ്രിയാഗ്നിയിൽ ഹോമിപ്പൂ ശബ്ദാദി വിഷയം ചിലർ. മുറ്റുമിന്ദ്രിയ കർമ്മങ്ങൾ പ്രാണകർമ്മങ്ങളും ചിലർ ഹോമിപ്പൂ ജ്ഞാനദീപ്താത്മയോഗ സംയമവഗ്നിയിൽ. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സംയമാഗ്നിയിൽ ഹോമിപ്പൂ ശ്രോത്രാദീന്ദ്രിയവും ചിലർ, ഇന്ദ്രിയാഗ്നിയിൽ ഹോമിപ്പൂ ശബ്ദാദി വിഷയം ചിലർ. മുറ്റുമിന്ദ്രിയ കർമ്മങ്ങൾ പ്രാണകർമ്മങ്ങളും ചിലർ ഹോമിപ്പൂ ജ്ഞാനദീപ്താത്മയോഗ സംയമവഗ്നിയിൽ. ചിലർ ചെവി മുതലായ ഇന്ദ്രിയങ്ങളെ സംയമരൂപമായ അഗ്നിയിൽ ഹോമിക്കുന്നു. ചിലർ ശബ്ദം മുതലായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ചിലർ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രാണന്റെയും കർമ്മങ്ങളെ ജ്ഞാനത്താൽ ദീപ്തമായ ആത്മസംയമയോഗമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. പഞ്ചഭൂതങ്ങളിൽ ആദ്യം ആകാശവും തുടർന്ന് വായു, അഗ്നി, ജലം, പൃഥ്വി തുടങ്ങിയവയും ക്രമേണ ആവിർഭവിച്ചു എന്ന് നമുക്കറിയാം. ഇവയ്ക്ക് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ഗുണവിശേഷങ്ങളുമാണ്. ഈ ഗുണവിശേഷങ്ങളെ നമ്മുടെ അനുഭവതലത്തിൽ എത്തിക്കുവാൻ ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും നമുക്കുണ്ട്. ചുറ്റുപാടുകളെ അറിഞ്ഞ് കർമ്മത്തിൽ ഏർപ്പെടാൻ നമ്മെ സഹായിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണല്ലോ. അറിയാൻ ശ്രമിക്കുന്നത് വേണ്ടും വിധമല്ലെങ്കിൽ അറിവില്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെ. ഗുണദോഷ സമ്മിശ്രമായ ലോകത്തിൽ ഗുണത്തെയും ദോഷത്തെയും ശരിയായി അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ടതുണ്ടോ? ജ്ഞാനേന്ദ്രിയങ്ങൾ പകർന്നു തരുന്ന വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ജിഹ്വ, പാദം, പാണി, പായു, ഉപസ്ഥം തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും നമുക്കുണ്ട്. ഇതുകൂടാതെ
പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നീ പഞ്ചപ്രാണനും ഉപപ്രാണനും തുടങ്ങി അനേകം സൂക്ഷ്മതത്വങ്ങൾ ചേർന്നതാണല്ലോ മനുഷ്യ ശരീരം. നമ്മൾ ബന്ധപ്പെടുന്ന വിഷയങ്ങൾ മനസ്സിൽ യാതൊരു വികാരഭാവങ്ങളും സൃഷ്ടിക്കാതെ മനസ്സിനെ ചാഞ്ചല്യമില്ലാതെ നിലനിർത്തുന്നതിനെയാണല്ലോ സംയമനം എന്ന് വിളിക്കുന്നത്. നമ്മെ ബാഹ്യവിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും അവയ്ക്കധീനമായി പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളും സൃഷ്ടിക്കുന്ന വിഷയഗുണങ്ങളും വികാരഭാവങ്ങളും നമ്മിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ മനസ്സിനെ സമ്യക്കായി നിലനിർത്താൻ കഴിഞ്ഞാൽ സംയമനം എന്ന കഴിവായി. ചില യോഗികൾ ചെവി, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളെ സംയമനമാകുന്ന അഗ്നിയിൽ സമർപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പതിച്ച് മനസ്സിനെ സ്വാധീനിക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു. മറ്റു ചില യോഗികൾ ശബ്ദാദി വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ തന്നെ സമർപ്പിക്കുന്നു. എങ്ങനെയെന്നാൽ വിരുദ്ധങ്ങളല്ലാത്ത വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ഏർപ്പെടുകയും അനുഭവത്തോടുകൂടി ഇന്ദ്രിയ തലത്തിൽ വെച്ചു തന്നെ വിഷയങ്ങളെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ധർമ്മനിഷ്ഠയാർന്ന കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ സൃഷ്ടിക്കുന്ന വാസനാഗുണങ്ങൾ വീണ്ടും കർമ്മപ്രേരകമായി തീരാതെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നു. ഇന്ദ്രിയ മനസ്സുകളുടെ സംയമനം ഈ കർമ്മോപാസനയിലൂടെ നമുക്ക് കൈവരുത്തുകയും ചെയ്യാം. നമ്മുടെ ശരീരത്തെ ചലനാത്മകമാക്കി സജീവമായി നിലനിർത്തുന്ന ശക്തിവിശേഷമാണല്ലോ പ്രാണൻ. പഞ്ചപ്രാണനോട് ചേർന്ന് നാഗൻ, കൂർമൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നീ ഉപപ്രാണന്മാരുമുണ്ട്. ഈ 10 പ്രാണനും അതിൻ്റേതായ ധർമ്മവും മനുഷ്യ ശരീരത്തിൽ നിർവഹിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും വശത്താക്കാൻ കഴിഞ്ഞ യോഗി സംയമനം എന്ന തലത്തിൽ നിന്ന് ആത്മസംയമനം എന്ന തലത്തിലേക്കുയരും. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രാണങ്ങളുടെയും കർമ്മത്തെ ആത്മസംയമനമാകുന്ന യോഗാഗ്നിയിൽ സമർപ്പിക്കുന്നു. തൻ്റെ ഇന്ദ്രിയങ്ങളുടെയും പ്രാണൻ്റെയും എല്ലാ കർമ്മങ്ങളെയും ആത്മജ്ഞാനത്തിലേക്കുയർത്തുന്ന സമർപ്പണമായി നിർവഹിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന ഓരോ ചലനവും പ്രാണശക്തിയിൽ വ്യതിയാനം വരുത്തുമെന്നതിനാൽ മനസ്സിനെ സ്ഥിരതയുള്ളതാക്കി തീർത്ത് പ്രാണചലനങ്ങളെയും കർമ്മയോഗി വശപ്പെടുത്തുന്നു. ഇങ്ങനെ സ്വധർമ്മനിഷ്ഠയാർന്ന കർമ്മത്തിലൂടെ ജ്ഞാനപ്രാപ്തിയിലേക്കുയർത്തുന്ന വിവിധ കർമ്മമാർഗങ്ങളെ പാർത്ഥനോടുപദേശിക്കുന്ന പാർത്ഥസാരഥിയുടെ തുടർന്നുള്ള വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.